CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ഗുരുവായൂർ ബാലു ജേതാവായി. ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിയാകുന്നത്. പിണറായി സർക്കാരിന് മൂന്നാം തുടർഭരണമുണ്ടാകുമെന്ന CPIMന്റെ പ്രഖ്യാപനം വ്യാമോഹം മാത്രമാണെന്നും ഇടതുഭരണത്തിൽ പൊറുതിമുട്ടിയ ജനം ഇവരെ ആട്ടിയകറ്റാൻ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണെന്നും KPCC വക്താവ് സന്ദീപ് വാര്യർ പന്നിത്തടം പ്രിയദർശിനി ക്ലബ്ബ് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സ്പർശം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെരുമ്പിലാവിൽ രണ്ടിടങ്ങളിൽ അഗ്നിബാധ. കോഴിക്കോട് റോഡിൽ വിദ്യാ റെസ്റ്റോറന്റ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും പാതയോരത്തുമാണ് തീപിടുത്തമുണ്ടായത്. കുന്നംകുളത്ത് നിന്നും അഗ്നിരക്ഷാസേനയെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് 10 ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. നഗരസഭാ വായനശാല അങ്കണത്തിൽ ആരംഭിച്ച പുസ്തകോത്സവം നോവലിസ്റ്റ് C. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്ന് ലഭിച്ച വരുമാനം സ്കൂളുകൾക്കും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായി ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും. എരുമ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ കാറിടിച്ച് പരിക്കേറ്റു. പുതുരുത്തി സ്വദേശി ശങ്കരനാണ് പരിക്കേറ്റത്. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 7ാം പൂജ നടന്നു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറിയിൽ സജ്ജമാക്കിയ ആയുഷ് ഹെൽത്ത് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. സമകാലീന മ്യൂറൽ ചിത്രകലാകാരൻ ചാലിശ്ശേരി സ്വദേശി മണികണ്ഠൻ പുന്നക്കലിന്റെ കലാജീവിതത്തെ ആസ്പദമാക്കി പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രൻ എഴുതിയ മണിപത്മം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണം 2024-25ന്റെ ഭാഗമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് INTUC കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ പേരക്കുട്ടിയുടെ ജീവൻ രക്ഷിച്ച സുഹ്റ തെക്കേ പാട്ടേലിനെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കേക്കാട് ഞമനങ്ങാട് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ആദരിച്ചു. കുന്നംകുളം ചിറ്റഞ്ഞൂർ ഇമ്മാനുവൽ LP സ്കൂളിന്റെ 123ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും വർണ്ണാഭമായി. മമ്മിയൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ ക്ലാസ് നയിച്ചു. ചമ്മന്നൂർ കോൺഗ്രസ് 7-8 വാർഡ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്തരിച്ച മുൻ വാർഡ് പ്രസിഡന്റ് തറയിൽ റഷീദ് അനുസ്മരണം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റി വനിതാ കൺവെൻഷൻ നടത്തി. നിർമ്മാണം പൂർത്തീകരിച്ച മറ്റം പൈനിത്തടം പാസ്ക് ഗ്രാമീണ വായനശാലയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. പാടൂർ അൽസലാം സ്വലാഹി മസ്ജിദിൽ റമദാൻ പ്രഭാഷണവും ഗ്രാൻഡ് ഇഫ്താർ സംഗമവും നടന്നു. ആശാവർക്കർമാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC ഗുരുവായൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ബ്ലാങ്ങാട് ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായി. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിലെ പഠനോത്സവം 2025 സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത കേരള ലേബർ മൂവ്മെന്റ് വനിതാ ദിനം പാലയൂർ മാർ തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ആഘോഷിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.